ഇത്രയും പടങ്ങൾ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക, മോഹൻലാൽ, ഇവരെ പോയി ഇച്ചിരി പടം ചെയ്യാൻ പറ്റാതെ പോയി? അതൊന്നുമില്ല. ഞാനൊരു സബ്ജക്റ്റുമായിട്ട് പിന്നെ മമ്മൂക്കയുടെ കൂടെ പോയതാണ്. അനീഫിക്കൊക്കെ പറഞ്ഞിട്ട് ട്രൂത്തിൻ്റെ ലൊക്കേഷൻ നടക്കുമ്പോൾ സബ്ജക്റ്റ് പറയാനായിട്ട് പോയിട്ട് അവിടെ ഈ ഫുൾ സീനിൽ മമ്മൂക്ക ആയതുകൊണ്ട് സബ്ജക്റ്റ് പറയാനൊത്തില്ല. അപ്പോൾ മമ്മൂക്ക പറഞ്ഞിങ്ങനെ അടുത്ത പടം ഊട്ടിയില്ല, നീ അങ്ങോട്ട് പോവാ, നമുക്ക് അവിടെ നിന്ന് കേൾക്കാം. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. മമ്മൂക്ക ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ? അല്ല, നമ്മൾ ഇത് കണ്ടു. നമ്മളെ ഇപ്പോൾ ഓട്ടോ പ്രദേശ സമയത്തൊക്കെ പിന്നെ ജഗദീഷിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ കഥയൊക്കെ പറയാനായിട്ട് മമ്മൂക്കയുടെ റൂമിൽ പോയിട്ടുണ്ട്. പരിചയം ഇതുമൊക്കെ ഉണ്ട്. അതല്ല, പിന്നെ നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയിട്ടേ ഇവരുടെ അടുത്ത് പോകാവൂ. ഇപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്തും നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ദിലീപിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഈ പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് തീർക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. മമ്മൂക്ക അടുത്ത് ഊട്ടിയിലോട്ട് പിന്നെ പോയതുമില്ല? പിന്നെ പോയിട്ടില്ല. അതെന്താ പിന്നെ മടിച്ചെന്തായിരുന്നു? ചിലപ്പോൾ നടന്നായിരുന്നെങ്കിലോ? അല്ല, നടക്കുമായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ പോയില്ല. അല്ല, അത് കാരണമൊന്നുമില്ല. പിന്നെ കുറച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ കുറച്ച് സമയം ചിലവഴിക്കണം. ആ സമയത്ത് നമ്മൾ ഏതാ 3 Men Army ഒക്കെ കഴിഞ്ഞ വർഷത്തിൽ 4 പടമൊക്കെ ചെയ്ത സമയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയം ഇവിടെ നമുക്ക് വേറെ പണി ചെയ്യാം. ചെറിയ പടങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അങ്ങ് പോകും. ലാലേട്ടനെ കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ സബ്ജക്റ്റ് ഒന്നും സംസാരിച്ചിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ സബ്ജക്റ്റ് സംസാരിച്ചിട്ടേ ഇല്ലില്ല. ബാക്കി എല്ലാവരുമായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഏട്ടനായിട്ട് ചെയ്തിട്ടുണ്ട്, ജയറാം, ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. നടിമാരാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇവർക്ക് പറ്റിയ കഥ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നല്ലൊരു സബ്ജക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ സമീപിക്കും. ഈ സാറിൻ്റെ സബ്ജക്റ്റുകളെല്ലാം സിമ്പിൾ സബ്ജക്റ്റ് ആണെങ്കിൽ അതിനകത്തൊരു ത്രെഡുണ്ട്. നന്ദഗോപാലിൻ്റെ കുസൃതി ആയാലും ഈ പറഞ്ഞ എല്ലാത്തിലും ആ കഥ ഇവർക്ക് പറ്റത്തില്ലേ? ഇവരെ സമീപിച്ചാലും അല്ല, നമുക്ക് അവർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ തീർച്ചയായിട്ടും അവരെ സമീപിക്കും. ഈ 3 Men Army പോലൊരു പടം മമ്മൂക്കയോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചെയ്യുമായിരിക്കും? അല്ല, അത് മമ്മൂക്കയെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റ് അല്ലല്ലോ അത്. അതിൻ്റെ അകത്ത് ദിലീപ് എന്ന് പറഞ്ഞൊരു കാതികനാണ്. മറ്റേ ഇന്ദ്രൻസ് പിന്നെ രജനീകാന്തിനെ സ്നേഹിക്കുന്ന ഒരാൾ, പ്രേംകുമാർ വേറൊരു കാര്യത്തിൽ. ഞാൻ പഴയതിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ അപരന്മാർ നഗരത്തിലെ സിനിമ എടുക്കുമ്പോഴത്തേക്ക് അത് ഇത്രത്തോളം വിജയസാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പടത്തിന് എന്നോട് അത് അന്നത്തെ സാറ്റലൈറ്റ് അത് എടുത്തത് സെൻട്രൽ പിക്ചേഴ്സ് വിജി പറയുന്ന പടം റിലീസായി ഒരാഴ്ച കഴിഞ്ഞ് പൈസ വാങ്ങിച്ച ഒരു പ്രൊഡ്യൂസർ ഇതാണെന്നാണ് പറയുന്നത്. മോനോട്ടിന് വരും റിലീസായി കഴിഞ്ഞിട്ട്. അത്രയും മുടക്കുമുതലുള്ളായിരുന്നു തുടക്ക സമയത്ത്, ഷൂട്ടിംഗ് സമയത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വാളക്കുഴി അവസാനിപ്പിച്ചതായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. അവർ ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇത് അതിൻ്റെ റിലീസിന് എല്ലാ പ്രിൻറ്റും അടിച്ച് വിജയലാബി വെച്ച് എല്ലാം പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബിഗിനിങ് ടൈറ്റിലിൽ കോളിലകത്തിലെ ഹെലികോപ്റ്ററിൻ്റെ ആക്സിഡൻറ്റ് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഈ വിജയ മൂവീസിൽ സേവിച്ചതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്തു തരണം. എന്താ ചോദിച്ചു, പറഞ്ഞു നമ്മൾ ബിഗിനിങ്ങിൽ ടൈറ്റിൽ ഈ നെഗറ്റീവിൽ കാണിക്കുന്നുണ്ട്, അത് ക്ലൈമാക്സിൽ ഡയറക്ടറെ കാർഡ് കഴിഞ്ഞാൽ ഒന്ന് പോസിറ്റീവിൽ കാണിക്കണം, എനിക്ക് വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞു അത് വേണം, ഇനിയിപ്പോൾ എല്ലാ പണിയല്ലേ, ഒന്നുമല്ല നിസാർ, എനിക്ക് വേണ്ടി അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടൈറ്റസ് മൗജുവിനെ വിളിച്ചൊരു നരേഷൻ. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് കമൻട്രി പറഞ്ഞിരിക്കുന്നത് ഞാനാണ്, ജയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അത് നിസാർ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അരവിന്ദ് ഓടിയെ പോകുന്നു, ആ സൗണ്ട് എടുക്കുന്നു, ഇതെല്ലാ പ്രിൻറ്റിലും റീൽ എൻഡിൽ ഇത് ജോയിൻ ചെയ്യുന്നു. ഞാൻ അത് ഫസ്റ്റ് ഡേ എറണാകുളം സവിതയിൽ ആണ് ഞാൻ പടം കാണുന്നത്. എൻ്റെ കാർഡും കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ ഫുൾ ജനം സൈലൻ്റായിട്ട് അവിടെ നിന്ന് ഈ ക്ലൈമാക്സ് പോസിറ്റീവ് ഹെലികോപ്റ്റർ ആക്സിഡൻറ്റും ഇതും കണ്ടിട്ടാണ് ജനം ഇറങ്ങിയത്. അത്രയ്ക്ക് നിശബ്ദതയായിരുന്നു. അതാണ് ഒരു നടനോടുള്ള നമ്മുടെ ജനത്തിൻ്റെ ഒരു സ്നേഹം മനസ്സിലായി. ആ ഒരു നടനെ ഒരു മിമിക്രിക്കാരനോട് പുനർജനിപ്പിക്കുകയാണ്. സാർ അനുഭവിച്ച വെല്ലുവിളി ഞാൻ ചിന്തിക്കുക. അതെ, അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ റീക്രിയേറ്റ് ചെയ്യുമ്പോഴേ സാർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും? അല്ല, നമ്മൾ തന്നെ സത്യത്തിൽ രായസാഹിബിനെ കൊണ്ട് ചില കൈയുടെ ആക്ഷൻസ് കുറച്ച് ഓവറാക്കി ചെയ്യിച്ചിട്ടുണ്ട്. അത് ജയൻ്റെ ഫാമിലി കണ്ടിട്ട് അതിനെക്കുറിച്ച് രായസാഹിബിനോട് പറഞ്ഞു. രായസാഹിബിന് അതൊരു ഹ്യൂമറിന് വേണ്ടി ചെയ്തതാണ്. അല്ല, അങ്ങനെ ചെയ്തത് ഒരു ഇച്ചിരി മോശം, ബാക്കി എല്ലാവർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് കൈകൊണ്ടിങ്ങനെ കാണിക്കുന്ന ഒരു സംഭവങ്ങൾ എഫക്ട്സ് കൂടുതൽ കൊടുത്തിട്ട് അത് നമ്മളൊരു കോമഡിക്ക് വേണ്ടി ചെയ്തൊരു സംഭവമാണ് അത്. പക്ഷേ അത് ജനം ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അയാളെ സ്വീകരിച്ചു. അത് 20 കൊല്ലം മുമ്പ് ഒരു പ്രൊഡ്യൂസർ
20 കൊല്ലത്തിന് കോമാ സ്റ്റേ ചെയ്യുന്ന 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് പുള്ളി ഇപ്പോഴും ആ 20 കൊല്ലം മുമ്പാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കൊണ്ടുവരണം. അപ്പോൾ അന്ന് പുള്ളി പ്രൊഡ്യൂസറാണ് ജയനെ വെച്ചൊക്കെ. അങ്ങനെ അവർ രൂപകൽപ്പന ചെയ്യുവാണ്. ജയൻ്റെ ഷൂട്ടിങ്ങും ഇതുമൊക്കെ ചെയ്യുന്നതായിട്ടാണ് ആ സംഭവം. അല്ല, ഇവരൊക്കെ കുടുംബക്കാർ ജീവനോടുണ്ട്, പ്രേമസാറിൻ്റെ കുടുംബക്കാരുണ്ട്. ഇവരുടെയൊക്കെ ഡൂപ്പുകളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് വൾഗറാക്കി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വൾഗറാക്കി ഇവരെ സാർ എങ്ങനെ നിയന്ത്രിച്ചു? ഇത് കറക്റ്റാണ് സാറിന്? അവർക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അവർ കൊല്ലത്തൊക്കെ പടം റിലീസ് ചെയ്ത് അവർ വളരെ ഇതായിരുന്നു. ആ ഒരു പടം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഈ രാജസാബ് തന്നെ 1000-ലേറെ ഇത് ഉദ്ഘാടനങ്ങളുമായിട്ട് തന്നെ അവൻ ജീവിച്ചിട്ടുണ്ട്. ഒറ്റ പടം കൊണ്ട്, ആ ഒരൊറ്റ പടം കൊണ്ട്. ശരിക്കും രാജസാബിന് ഒരു ബ്രേക്ക് കൊടുത്തൊരു പടമാണ്. അതെ അതെ, വേറെ അവർ ശ്രദ്ധിക്കപ്പെട്ട വേറെ വേഷം കിട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. ശരിക്കും രാജസാബിനൊക്കെ എന്താ സംഭവിച്ചത് സാർ? ഇത്ര നല്ല കഴിവുള്ള നടനല്ലേ? മിമിക്രി ആയതുകൊണ്ട് മാത്രമാണോ? എന്ന് പറയാനൊക്കത്തില്ല. അവർക്കായിട്ടുള്ളൊരു സംഭവങ്ങൾ വരാത്തതായിരിക്കാം. നമ്മളന്നപ്പോൾ അത് പിന്നെ ഈ ആദ്യം ജഗബൊഗെ ചെയ്ത ജയൻ പുള്ളിക്ക് എന്തോ താല്പര്യക്കുറവ്, പുള്ളി വരുന്നില്ല എന്ന് നസീർ പറഞ്ഞപ്പോഴത്തേക്ക് വേറൊരാളുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ശരി പുള്ളിയെ വിളിക്കുമെന്ന് പറഞ്ഞ് രാജസാഹിബ് വരുന്നു. നമുക്ക് ഓക്കെ, പെട്ടെന്ന് ഷൂട്ടിങ്ങും തുടങ്ങണമല്ലോ. അങ്ങനെ ഒരു സംഭവം വന്ന് രാജസാഹിബ് അത് വളരെ രീതിയിൽ ചെയ്യുകയും ചെയ്തു. എത്ര രൂപ അതിൻ്റെ മുതൽമുടക്കം ഉണ്ടായിരിക്കും എല്ലാം കൂടെ? അതെനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്തൊരു 18-20 രൂപ. 20 ലക്ഷം രൂപ. എത്ര രൂപ നേടിക്കാണ്? അത് നല്ല രീതി എത്രയാണ്? 50 ലക്ഷം നേടിക്കാണ്, അതിലൊക്കെ കൂടുതൽ, 1 കോടി നേടിക്കാണ്. പിന്നെ അതിൻ്റെ ഏതായാലും 50 കൂടുതൽ നേടിക്കാണും. ആദ്യത്തെ 3 ദിവസം ഓൾ സ്റ്റേഷൻ ഫുള്ളായിരുന്നു ആ പടം. പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടു ഒറ്റ പടം കൊണ്ട്. ആ പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടു. ഇവർക്ക് മുടക്കുമുതൽ തന്നെ ഫസ്റ്റ് ഡേ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത്. സാർ ഇത്ര പ്രതീക്ഷിച്ചായിരുന്നു കാര്യം ഇത് വിജയിക്കുന്നു? ഇല്ലില്ല, അത്രയൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു കോമഡി സംഭവം, ഒരു ആവറേജ് പോകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ജയനോട് ശരിക്കും പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമുണ്ടല്ലേ? ഇഷ്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പോഴും ആ ഒരു ആർട്ടിസ്റ്റിന് എല്ലാവരും അല്ല, എന്തായാലും ഒരുപാട് കലാമണി പോയാൽ ഒരുപാട് പ്രേമസാർ ഒക്കെ പോയി, പക്ഷെ എന്നാലും ജയനോടുള്ള ഇഷ്ടം എന്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത് ഇപ്പോഴും? സാർ എന്താ ചിന്തിക്കുന്നത്? അതെന്താണെന്നാണ് മനസ്സിലാകാത്തത്. ഇത്ര വർഷമായില്ലേ? ഇത്ര കൊല്ലമായി. ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നില്ലേ, ജയൻ ഇന്നടത്തുണ്ടെന്ന് കണ്ടു, ജയനെ ഇന്നടത്ത് കണ്ടു എന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. ജയൻ്റെ മകൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ കിടപ്പുണ്ട്, അത് സാർ അറിഞ്ഞായിരുന്നോ? അത് അറിഞ്ഞു. ജയൻ്റെ മോൻ ആയിരിക്കുമോ? അറിയത്തില്ല. എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല, എന്നെ DNA ടെസ്റ്റ് നടന്നൊക്കെ പറഞ്ഞ പുള്ളി കിടപ്പുണ്ട്. ആ വാർത്ത ശ്രദ്ധപ്പെട്ടായിരുന്നല്ലോ. ജയൻ അങ്ങനെയൊക്കെ? അങ്ങനെയൊന്നും വളരെ ക്ലീൻ ഒരു മനുഷ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഇല്ല, കണ്ടിട്ടൊന്നുമില്ല. ഇല്ലില്ല.